ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയൊരു ടിപ്പുമായാണ്. മല്ലിയില എങ്ങനെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണയായി മല്ലിയില കടയിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വാടി വേസ്റ്റ് ആയി പോകുന്നതാണ്. അത് നമുക്ക് 2 ആഴ്ചയിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. ആദ്യം തന്നെ മല്ലിയില കെട്ടയച്ച് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ നല്ലതായി കഴുകിയെടുക്കുക. അതിലുള്ള വേസ്റ്റും ചീഞ്ഞ ഭാഗങ്ങളും പഴുത്ത ഭാഗങ്ങളും മാറ്റി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. വൃത്തിയാക്കിയ മല്ലിയില ഒരല്പസമയം വെള്ളം തോരുവാൻ വേണ്ടി മാറ്റി വെക്കുക. ശേഷം ഒരു കട്ടിംഗ് ബോർഡിലേക്ക് കുറേശ്ശെ മല്ലിയില എടുത്ത് വളരെ നൈസായി അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ഡപ്പി എടുത്ത് അതിൽ 2-3 ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കുറേശ്ശെ വിതറുക. ഒരിക്കലും പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല, കുറേശ്ശെ വിതറി കൊടുക്കുക. അങ്ങനെ ഫുള്ള് മല്ലിയില അതിൽ നിറച്ച ശേഷം മുകളിൽ ഒരു 2 ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഡപ്പി അടച്ച് ഫ്രിഡ്ജിൽ തലതിരിച്ച് വെക്കുക. തലതിരിച്ച് വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം മല്ലിയിലയിലെ വെള്ളം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അടിവശം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് മുകളിൽ വരത്തക്കോണം ഫ്രിഡ്ജിനകത്ത് തലകീഴായി വെക്കുക. കുറച്ച് 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നേരെ വെച്ചേക്കുക. ഇങ്ങനെ മല്ലിയില വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്ലീനായിട്ട് പിറ്റേന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിറ്റേ ദിവസത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെയും മല്ലിയിലയുടെ ഫോട്ടോകൾ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ വെച്ചിരുന്ന മല്ലിയിലയും കറിവേപ്പിലയാണ്. മല്ലിയില നമുക്ക് രണ്ടാമത്തെ ദിവസം ഈ രൂപത്തിൽ തന്നെയാണ്. മുകളിൽ ഇട്ടിരിക്കുന്ന ടിഷ്യൂ നനവ് മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെള്ളം തെളിക്കും. ഡ്രൈ അല്ല എങ്കിൽ കുഴപ്പമില്ല. പിറ്റേന്നും അത് ഇതേ ഫ്രഷായിട്ട് തന്നെ മല്ലിയില കിട്ടുന്നതായിരിക്കും. ഇത് 3-ാമത്തെ ദിവസത്തെ മല്ലിയിലയാണ്. നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആകെ ഒരു കുഴപ്പം വരും, മല്ലിയില മൂത്ത മല്ലിയില ആണെങ്കിൽ ഇല പഴുക്കാൻ തുടങ്ങും. ചെയ്യാനും വാടാനും ഒന്നും വരില്ല, പക്ഷെ ഇല പഴുക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ കടയിൽ നിന്നും മേടിക്കുമ്പോൾ മാക്സിമം കിളുന്ന മല്ലിയില നോക്കി മേടിക്കുക. കൂടുതൽ ദിവസം ഇരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഇല്ല എങ്കിൽ ഇല പഴുത്തു തുടങ്ങും. നിങ്ങൾ ഈ തിയറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.